ഹായ് ഫ്രണ്ട്സ്, ലാവ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഭിണ്ടി ആലു, അതായത് നമ്മുടെ സ്വന്തം ഉരുളക്കിഴങ്ങും വെണ്ടക്കയും കൂടിയുള്ളൊരു മസാല കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തിക്ക് വളരെ നല്ലൊരു കറിയാണിത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്ത് വെക്കുക, വെണ്ടക്കയും ഈ വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെക്കുക, ഒരു തക്കാളി, ഒരു ഉള്ളി. ഇതിനായി ഒരു പാൻ എടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഓയിൽ ചൂടായതിനു ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെണ്ടക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി വെണ്ടക്ക ഇളക്കി യോജിപ്പിക്കുക. വെണ്ടക്ക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു മൂടിയെടുത്ത് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ മതി. 5 മിനിറ്റിന് ശേഷം മൂടി ഒന്ന് തുറന്നു നോക്കുക. എന്നിട്ട് വെണ്ടക്ക ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വെണ്ടക്ക നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാൻ വീണ്ടും ഗ്യാസിൽ വെച്ച് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുത്ത് ജീരകം ഉള്ളി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉള്ളി ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുന്നത് വരെ വഴറ്റിയാൽ മതി. ഇപ്പോൾ ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. തക്കാളി നമുക്ക് ഉടച്ചെടുക്കേണ്ടതുണ്ട്. തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയവും ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണിത്. സാധാരണ ഇത് ഉണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യക്കാരാണ്. നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ഉരുളക്കിഴങ്ങും വെണ്ടക്കയും തമ്മിൽ കറി വെക്കുന്നത്. ഇപ്പോൾ ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു മൂടി എടുത്ത് ഇത് മൂടി വെച്ച് വേവിക്കാം. ഇങ്ങനെ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. 10 മിനിറ്റിന് ശേഷം മൂടി ഒന്ന് തുറന്നു നോക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഉരുളക്കിഴങ്ങ് വെന്തോ എന്നറിയാൻ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു പീസ് എടുത്ത് കുത്തി നോക്കുക. ഉടഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ വെന്തെന്നറിയാം. ഇനി ഇതിലേക്ക് മസാല ചേർക്കുന്നതിനായി ഉരുളക്കിഴങ്ങെല്ലാം ഒരു സൈഡിലേക്ക് നീക്കി വെക്കുക. അതിനുശേഷം ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് ഉരുളക്കിഴങ്ങുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിക്കാത്തൊരു കറിയാണിത്. മസാലകൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉരുളക്കിഴങ്ങ് വെന്തതിന് ശേഷമാണ് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കുക. വെണ്ടക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ വെണ്ടക്കയും ഉരുളക്കിഴങ്ങും മസാലയെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇവിടെ വെണ്ടക്ക ഉരുളക്കിഴങ്ങ് മസാല റെഡിയായിരിക്കുകയാണ്. ഹിന്ദിയിൽ ആലു ഭിണ്ടി എന്നാണ് പറയുന്നത്. നല്ലൊരു കറിയാണ്. ചപ്പാത്തിക്ക് കൂട്ടാൻ വളരെ നല്ലൊരു കറിയാണ്. മസാലകൾ വളരെ കുറവാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.